ഹലോ ഫ്രണ്ട്സ്, കപ്പയും കട്ടിനും ഒരു അടിപൊളി കോമ്പിനേഷനല്ലേ? എപ്പോഴും മുളക് ചമ്മന്തി ആയാലോ, ഒരു വെറൈറ്റി മാറ്റി പിടിക്കാം. എന്തേ? ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയാണ്. ഈ ഒരു ചട്നി കപ്പയ്ക്ക് മാത്രമല്ല, ഇഡ്ലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഈ ഒരു ചട്നിക്ക് ആവശ്യമായത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക്. അതിലേക്ക് ആവശ്യമുള്ള അളവിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിക്കണം. ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ കടുകിട്ട് കൊടുക്കണം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വന്ന് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ശേഷം സവോള. ഈ സവോളയൊന്ന് പെട്ടെന്ന് വരണ്ട് വരാനായിട്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് വരണ്ട് ഇതുപോലായി വരുമ്പോഴത്തേക്കും ചെറുതായി അരിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. തക്കാളി സവാള ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് അത് മൂടി അങ്ങനെ ഇരിക്കട്ടെ. 5 മിനിറ്റിന് ശേഷം തുറന്നു വരുമ്പോഴത്തേക്കും ഇതുപോലെ കാണും. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ഉടച്ചൊന്ന് കൊടുത്ത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി ആ കളറിന് വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ, കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി ഒന്ന് ചേരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കപ്പയും കപ്പക്കിഴങ്ങും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കപ്പക്കിഴങ്ങെല്ലാം തൊലി ചെത്തി വൃത്തിയാക്കി, പിന്നെ കപ്പയെടുത്ത് തോലെല്ലാം പൊളിച്ച് അതുമെല്ലാം വൃത്തിയാക്കി, പിന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനകത്ത് മണ്ണും അഴുക്കും എല്ലാം പോകുന്ന രീതിയിൽ നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കണം. പിന്നീട് സ്റ്റൗ ഓണാക്കി കത്തിച്ച് ഈ കപ്പയും കപ്പക്കിഴങ്ങും 2 വേവായതുകൊണ്ട് 2 പാത്രത്തിലിട്ട് വേവിക്കാം. പിന്നെ ഇതിനകത്തേക്ക് 2 എണ്ണത്തിനും ആവശ്യമായിട്ടുള്ള മാത്രം ഉപ്പിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. വേവ് കുറവുള്ള കപ്പക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടി. ഇനി നമുക്ക് കപ്പ വേവുന്ന സമയം കൊണ്ട് അതൊന്ന് ഊറ്റിയെടുക്കാം. കപ്പക്കിഴങ്ങ് നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റിയ സമയം കൊണ്ട് കപ്പയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഒന്ന് ഊറ്റി മാറ്റി വെച്ചു. ഇനി ചട്നിയുടെ ബാക്കി പരിപാടി. ചൂടാറിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തക്കാളി ചട്നി റെഡിയായി. അങ്ങനെ കട്ടൻ കാപ്പിയും കപ്പക്കിഴങ്ങും കപ്പയും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കാതെ ഞാൻ പോയി കഴിക്കട്ടെ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.